കാത്തിരിപ്പിനൊടുവിൽ ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും ബഹിരാകാശ യാത്ര ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 അക്സിയം 4 ദൗത്യം വിക്ഷേപിക്കുമെന്ന് നാസ അറിയിച്ചു. അല്പസമയത്തിനകം തന്നെ അക്സിയം 4 ദൗത്യം വിക്ഷേപിക്കും എന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലെത്തും. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ തയ്യാറെടുപ്പിലെ കാലതാമസം, മോശം കാലാവസ്ഥ, ദ്രാവക ഓക്സിജൻ ചോർച്ച, ബഹിരാകാശ നിലയത്തിലെ സർവീസ് മൊഡ്യൂളിലെ സാങ്കേതിക തകരാർ തുടങ്ങിയ പ്രശ്നങ്ങളിലാണ് ഓരോ തവണയും ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അക്സിയം 4 ദൗത്യം വിക്ഷേപിക്കുവാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന് ഒന്നടങ്കം അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കൃത്യം 12:01 ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ശുക്ലയും സംഘവും കുതിക്കുന്നത്. കൃത്യം 12:01 തന്നെ ആക്സിയം 4 ദൗത്യം വിക്ഷേപണം നടക്കുമെന്നുള്ള കാര്യം നാസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കൃത്യം 12:01 തന്നെ വിക്ഷേപണം നടക്കുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിക്കുന്നു. ഇത് 15ാമത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യവും അതോടൊപ്പം തന്നെ ISSന്റെ 48ാമത് യാത്രയുമാണ്. എന്തായാലും ഇന്ത്യൻ സമയം കൃത്യം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം നടക്കുക. കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ഇന്ത്യക്ക് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ ആക്സിയം 4-ൽ ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയുടെ സഹോദരി ശുചി കുറച്ചു മുൻപ് വ്യക്തമാക്കിയിരുന്നു, രാജ്യത്തിന് മുഴുവൻ അഭിമാനകരമായ നിമിഷമാണ്. അതോടൊപ്പം തന്നെ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനും ബഹിരാകാശ യാത്രികനുമായ ശുഭാംശു ശുക്ലയുടെ സഹോദരിയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് മുഴുവൻ രാജ്യത്തിനും ശരിക്കും അഭിമാനകരമായ നിമിഷമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്, അതിനാൽ ഇപ്പോൾ എനിക്ക് വികാരങ്ങളുടെ ഒരു വലിയ അല്ലെങ്കിൽ അത്രയും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി അടക്കം കുറച്ചു മുൻപാണ് വാക്കുകളിലൂടെ പറഞ്ഞത്. എന്തായാലും ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിലൂടെ വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യക്കുള്ളത്. അതോടൊപ്പം തന്നെ നാളെ വൈകുന്നേരം ഏകദേശം 4:30 ഈ 4 സംഘം ഡ്രാഗൺ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൽ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം 14 ദിവസം ഈ ഒരു സംഘം അവിടെ ചിലവഴിക്കും. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ ഗവേഷണം, ആശയവിനിമയം, വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ 60ഓളം പരീക്ഷണങ്ങൾ നടത്താനാണ് സംഘത്തിന്റെ തീരുമാനം. 2000 മണിക്കൂറിലധികം പറക്കൽ പരിചയമുള്ള മികവുറ്റ ടെസ്റ്റ് പൈലറ്റാണ് ശുഭാംശു ശുക്ല. അതോടൊപ്പം തന്നെ നാസ അമേരിക്കൻ സ്വകാര്യ കമ്പനികളായിട്ടുള്ള ആക്സിയം സ്പേസ് എക്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇപ്പോൾ ISRO ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഇതിനകം തന്നെ 4 തവണ ISSലെത്തുകയും 675 ദിവസം അവിടെ ചെലവഴിക്കുകയും ചെയ്ത പെഗ്ഗി വിറ്റ്സൺ ആണ് ആക്സിയം 4ന്റെ കമാൻഡർ. അതോടൊപ്പം തന്നെ പോളണ്ടുകാരനായ സ്റ്റാവോസ്, ഹംഗറിയിൽ നിന്നുള്ള തിബോർ കാബു എന്നിവരും ഈ ഒരു യാത്രയിൽ സംഘത്തോടൊപ്പമുണ്ട്. എന്തായാലും ഏറ്റവും അഭിമാനകരം എന്ന് പറയുന്നത് 1984 ബഹിരാകാശത്തേക്ക് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ എത്തുന്നത്, രാകേഷ് ശർമ്മ. അതിനെല്ലാം ശേഷം ഏകദേശം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ഈ ഒരു ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അതിന് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം കൽപ്പന ചൗളയും സുനിത വില്യംസും എല്ലാം ISSലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്നും ഇന്ത്യൻ വംശജരായിരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം 2025 ഈ ബഹിരാകാശ രംഗത്തെ ഇന്ത്യ അമേരിക്ക സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമാവാൻ ഒരു ഇന്ത്യൻ പൗരൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ദിവസമാണ്. കൃത്യം ഇപ്പോൾ 11:59 ആയിരിക്കുന്നു. കൃത്യം 12:01 ഈ ഒരു വിക്ഷേപണം കെന്നഡി സ്പേസിൽ നിന്നും നടക്കുക. എന്തായാലും എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ ഒത്തിരി തവണ മാറ്റിവെച്ചതിനെല്ലാം ശേഷം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 6 തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ വിക്ഷേപണം ഇന്ന് നടക്കുമെന്ന് അറിയിപ്പെല്ലാം നൽകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്. എന്തായാലും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. എല്ലാവരും സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. മെയ് 29 ആദ്യം ലിഫ്റ്റ് ഓഫ് ചെയ്യാനായി ഈ ഒരു ദൗത്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ദൗത്യത്തിന്റെ വിക്ഷേപണം സാങ്കേതിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചോർച്ചയും എല്ലാം കാരണം വൈകുന്ന ഒരു സാഹചര്യം
സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ജൂൺ 8-ലേക്കും 10-ലേക്കും 11-ലേക്കും എല്ലാം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഈ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ബൂസ്റ്ററുകളിലെല്ലാം ദ്രാവക ഇന്ധന ചോർച്ചയൊക്കെ എഞ്ചിനീയർമാർ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് 22-ന് ഈ ഒരു വിക്ഷേപണം ആസൂത്രണം ചെയ്തിരുന്നത്. അപ്പോൾ റഷ്യൻ മൊഡ്യൂളിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ISSന്റെ പ്രവർത്തനങ്ങൾ നാസ വിലയിരുത്തുന്നതിനായി വീണ്ടും വിക്ഷേപണം 25-ലേക്ക് ഇന്നേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതാ കൃത്യമായി ഏകദേശം 40 വർഷത്തിന് ശേഷം ഈ ഒരു പോളണ്ടും അതുപോലെ തന്നെ ഹംഗറിയുമെല്ലാം ഈ ഒരു മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഏറെയധികം പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ദൗത്യത്തോടെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യ നോക്കുന്നത്. കൃത്യം 12:01 വിക്ഷേപണം നടക്കുന്ന ആ ഒരു നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ എല്ലാവരും, ഇന്ത്യ അടക്കം ഈ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ Dragon, SpaceX, go for launch. AX4 is go for launch. That is great news from Mission Control and from our crew on board Dragon. With that, we are just at T-minus 30 seconds to lift off of AX4. Let's go AX4. 15 seconds. T-minus 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Ignition and liftoff. For 3 nations, a new chapter in space takes flight. Godspeed, AX4. T+30 seconds into flight with the Axiom 4 crew on board Dragon, headed to the International Space Station. Waiting to hear call-outs from the Falcon 9 engineering team. Power and telemetry nominal. Stage 1 throttle. We're throttling down the 9 Merlin engines. We're into the throttle bucket, preparing for max Q. Max Q. Vehicle is supersonic. We should begin throttling the Merlin engines back up now. Stage 1 throttle up. Mission Control confirming Stage 1 Bravo. that throttle up, and we Copy, are 1 Bravo. hearing our commander Peggy Whitson call out the first abort mode. Each of these are a specific phase where if for any reason we had an in-flight Tag show abort, underway. Dragon would abort to a safe location. So we're going to call out each of those milestones as we pass through them. We also just heard the call out for MVAC chill. We're going to trickle just a little bit of liquid oxygen now into the turbo pumps on board our Merlin vacuum engine on stage 2 in preparation for second engine start 1, which will of course be shortly after stage separation. Now, at this point, we are just about 30 seconds away from 4 events that are going to happen in rapid succession. The first one will be main engine cutoff, or MECO, then again followed by stage separation, ignition of that second stage engine, which we are already preparing for, as well as the first stage's boost back burn. With that confirmation from Mission Control that we are throttling the first stage engines down, we are expecting MECO at T+2 minutes and 26 seconds. MECO. Stage separation confirmed. Stage 1 boost back startup, back ignition. There we had confirmation of all 4 of those events. Incredible views on our screen here too, as that first stage boosts its way back to Earth. Stage 2 Alpha. And confirmation Copy, from our 2 Alpha. commander that we have entered the 2 Alpha abort mode. Of course, we're getting lots of cheers from behind us here at Mission Control here in Hawthorne, California as well. And
At this point, our AX4 crew is on their way to space. The view you have on your screen right now is our MVAC engine burning for that second engine first burn. We're expecting that SECO here, second engine cutoff, which will likely be called out over the nets as SECO in just a couple of minutes. Stage 1 boost back shut down. Confirmation that the boost back burn on our first stage booster is now complete, and the booster is heading back toward the Florida coast to attempt a landing at LZ1. At this point, stage 1 is actually still coasting to apogee. We're about to deploy those grid fins so that we can steer the vehicle as it enters the Earth's atmosphere. Dragon, SpaceX, nominal trajectory. And that call out from Mission Control means Dragon that copies, nominal trajectory. everything is right on track. T+4 minutes, everything continuing to go well, and we've got our first view of the crew. They're inside Dragon. Second stage continuing to fire. Right now, second stage just a little bit more than 1G. There's so much propellant that even with a 220,000-pound thrust engine, it takes a while before the G loads start to build up during the second stage flight. Meanwhile, first stage continuing to coast up to apogee, and that actually now, as you can see on the bottom left of your monitors, we have begun coming back down. It takes a couple minutes to go up, a couple minutes to come back down. That first stage heading back to landing zone 1 at Cape Canaveral. All right. Dragon, SpaceX, nominal trajectory. Words we love to hear. Dragon copies, nominal trajectory. Peggy Whitson echoing back the call up from the ground. Now our next major event coming up will be in about 1 minute and 10 seconds. That's going to be the entry burn. That's where we're going to light a single center engine on the first stage. That's going to slow us down in preparation for entering the Earth's atmosphere again. We'll then have a landing burn about 1 minute later at T+7 minutes and 19 seconds. Now for that one, we actually light 3 engines again. Then quickly once we've kind of jammed the brakes on, then we'll turn off 2 of the engines. We'll be down to just a single engine. Getting good views of the MVAC-D engine. There are a couple of cameras on the back of the second stage that give these views. And of course, the view inside the Dragon spacecraft showing the crew. Dragon, SpaceX, nominal trajectory. Continuing the call-outs right on time. Dragon copies, nominal trajectory. Now, right now, as Ronnie pointed out, the grid fins have been deployed, but they're not being used. Right before the entry burn, we'll possibly see a little bit of motion if we can pick up the first stage camera. That's just to check out. It's not until we actually get through the entry burn. Stage 1 entry burn startup. That we get back in the atmosphere. And now here is entry burn call out. This is going to be about a 12-second burn. That's going to slow the vehicle down. You can Stage watch 1 that. entry burn shut down. There you just saw on the left-hand side of your screen that first stage entry burn shutdown. Right now on your screen, we've got great views of our second stage engine, the Merlin vacuum engine, continuing to take our AX4 crew to orbit. The next milestone for our first stage is going to be the landing burn, where we'll relight just the center engine, as John mentioned. Dragon, SpaceX, nominal trajectory. Again, things we love to hear. Stage 1 FTS Dragon update. copies, nominal trajectory. Continuing to get good communication from our crew on board Dragon. Stage 1 transonic. Confirmation that stage 1 is now transonic on its way back to LZ1, which is just about 9 miles away from our liftoff location today. LZ1, of course, is the site of the first successful landing attempt, and hopefully it will be the second time that this particular booster sticks its landing. Seeing those actuating of the grid fins that John mentioned. Stage 1 landing leg deploy. Stage 2 FTSS safe. Stage 1 landing confirmed. That was a picture-perfect landing. That was great. Absolutely stunning. So coming up next for our crew, now that we've confirmed that booster touchdown, is going to be second engine cutoff, also called out as SECO. Then the second stage will coast for a few minutes until Dragon is commanded to separate from the second stage.
There's our AX4 crew awaiting that SECO call out here. Stage 2 is in terminal guidance. Good continued burn from our second stage engine there. Now at this point, our crew is experiencing about 3 Gs in the lead up to SECO 1, which of course will be their first taste of microgravity. SpaceX Dragon, Shannon. There's confirmation Copy, Shannon. of the Shannon abort mode. MVAC shutdown. SpaceX Dragon, we have a nominal orbit insertion. Nominal orbital insertion, SpaceX, and we had an incredible ride uphill, and now we like to set our course for the International Space Station aboard the newest member of the Dragon fleet, our spacecraft named Grace. Grace is more than a name. It reflects the elegance with which we move through space against the backdrop of Earth. It speaks to the refinement of our mission, the harmony of science and spirit, and the unmerited favor we carry with humility. Grace reminds us that spaceflight is not just a feat of engineering, but an act of goodwill. The benefit of every human, everywhere. Over to you, Chip. Launch escape system disarmed. 10 minutes into flight. Water rate. नमस्कार मेरे प्यारे देशवासियों, वाटर राइड 40 साल बाद हम वापस अंतरिक्ष में पहुंच गए हैं और कमाल की राइड थी। इस समय हम 7.5 किलोमीटर प्रति सेकंड की रफ्तार से पृथ्वी के चारों तरफ घूम रहे हैं और मेरे कंधे पे मेरे साथ मेरा तिरंगा है जो मुझे बता रहा है कि नहीं हूँ, मैं आप सबके साथ हूँ। ये मेरी इंटरनेशनल स्पेस स्टेशन तक की जर्नी की शुरुआत नहीं है, ये भारत के ह्यूमन स्पेस प्रोग्राम की शुरुआत है और मैं चाहता हूं कि आप सभी देशवासी इस यात्रा का हिस्सा बने। आपका भी सीना गर्व से चौड़ा होना चाहिए, आप भी उतना ही एक्साइटमेंट दिखाइए। आइए हम सब मिलकर भारत के इस ह्यूमन स्पेस प्रोग्राम की जर्नी की शुरुआत करें। धन्यवाद। जय हिंद, जय भारत। Thank you, Chuck. Drogie Polki i Polacy, dziś robimy ogromny krok w stronę przyszłości technologicznej Polski. Polski opartej na nauce, wiedzy i wizji. Niech ta misja będzie początkiem epoki, w której nasza odwaga i nieustępliwość kształtują nowoczesną Polskę. Dla nas i dla przyszłych pokoleń. Kosmos zawsze jednoczył ludzi. Zabieram dziś z ziemi cząstkę każdego z was. Waszej siły, waszej nadziei, waszego zaufania. W kosmosie nie jestem sam. Reprezentuję nas wszystkich. Z całego serca dziękuję wam za zaufanie. Kosmos dla wszystkich. Space for everyone. And with that, over to you, Thibaut. Thank you, Sław. 15 millió magyar emelt ma idáig. Támogatásotok olyan, mint a szürke hang alatt nyugvó parázs. Belül csendben ízik, de ha fát dobnak rá, egy kint lángol. Hálás és büszke vagyok, hogy a hazánkat képviseltem. Családomnak és barátaimnak köszönöm, hogy ti vagytok a legerősebb támaszaim. A ti hangotok hangosabb, mint a rakétánk, erőtök nagyobb, mint a gravitáció. A világűr mindenkié, a föld pedig egyetlen. ദൗത്യത്തിൽ ശുഭാംശ ശുക്ല ഉൾപ്പെടെ 4 യാത്രികർ ശുഭ യാത്ര കുറിച്ചിരിക്കുന്നു. ആക്സിയം 4 കുതിച്ചുയർന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഹംഗറിക്കും പോളണ്ടിനും അഭിമാനകരം. എന്തായാലും ശുഭയാത്ര ശുഭാംശുവിന് എല്ലാവരും നേർന്നിരിക്കുന്നു. സന്തോഷത്തോടെ ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗഗൻയാൻ പദ്ധതി വിജയകരമാക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്നത്തിന് നാഴികക്കല്ലാവുന്ന ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. 40 വർഷത്തിന് ശേഷം ഹംഗറിയും പോളണ്ടും മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ ഒരുപാടധികം വിശേഷണങ്ങളുള്ള ആക്സിയം 4 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായി രണ്ട് ഘട്ടങ്ങളും വിജയകരമായി തന്നെ വിക്ഷേപണം കഴിഞ്ഞിരിക്കുന്നു. ഇനി
നാളെ ഏകദേശം വൈകുന്നേരത്തോടെ ഇവർ ബഹിരാകാശ നിലയത്തിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് തവണ മാറ്റിവെച്ച ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് ആക്സിയം 4 ദൗത്യം ഇപ്പോൾ വിജയകരമായ ശുഭയാത്രയിലേക്ക് തന്നെ കുതിക്കുകയാണ്. ശുഭാംശു ശുക്ലയോടൊപ്പം 4 സംഘം, ശുഭാംശു ശുക്ല അടക്കമുള്ള 4 സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചിരിക്കുന്നു. കൃത്യം നാളെ വൈകുന്നേരത്തോടെ ബഹിരാകാശ നിലയത്തിൽ എത്തുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. 4 പതിറ്റാണ്ടോളമായുള്ള ഇന്ത്യയുടെ യാത്രയ്ക്കായുള്ള കാത്തിരിപ്പിനാണ് ഇവിടെ സന്തോഷത്തോടെ വിരാമം കുറിച്ചിരിക്കുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഘട്ടങ്ങളും റോക്കറ്റിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും എല്ലാം കൃത്യമായി നിശ്ചയിച്ച സമയത്തിൽ തന്നെ വേർപെട്ടുകൊണ്ട് ശുഭയാത്ര ശുഭാംശുവിന് നേർന്നിരിക്കുന്നു. ഇന്ത്യക്ക് ദൗത്യം നിർണായകം തന്നെയാണ്. ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികളിൽ ഒരാളാണ് ശുഭാംശു ശുക്ല. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ദൗത്യം തന്നെയാണ് ആക്സിയം 4 എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ 40 വർഷത്തിന് ശേഷം ഹംഗറിയും പോളണ്ടും മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്ക് തിരിച്ചെത്തുന്ന ദൗത്യം കൂടിയാണ് ആക്സിയം 4. ഇന്ത്യയും പോളണ്ടും ഹംഗറിയും ISSൽ ഒരു സംയുക്ത ദൗത്യത്തിലും ഇത് പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാടധികം പ്രതീക്ഷകളും എല്ലാ രാജ്യങ്ങൾക്കും ഒരുപാടധികം പ്രതീക്ഷകളോടെ നോക്കിക്കണ്ട ആക്സിയം 4 അങ്ങനെ വിക്ഷേപിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 2ാമത്തെ ഇന്ത്യക്കാരൻ 2025 ജൂൺ 25 ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാടധികം സാങ്കേതിക പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യാത്ര വിജയകരമായി വിക്ഷേപിക്കാൻ സാധിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് യാത്രയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 6 തവണയോളം ഒരുപാടധികം പരാജയങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഒരുപാടധികം സാങ്കേതിക കാലാവസ്ഥാ പ്രശ്നങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഘം 4 സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചിരിക്കുന്നത്. മെയ് 29 ലിഫ്റ്റ് ഓഫ് ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ജൂൺ 25 വളരെയധികം സന്തോഷകരമായി അല്ലെങ്കിൽ വിജയകരമായി വിക്ഷേപണം നടത്തിയിരിക്കുന്നു. ദൗത്യത്തിന്റെ വിക്ഷേപണം പല പ്രശ്നങ്ങൾ കാരണം, സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചോർച്ചയും എല്ലാം കാരണം ആവർത്തിച്ച് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 29 നിശ്ചയിച്ച ഈ ഒരു ദൗത്യമാണ് ജൂൺ 8 ജൂൺ 10 ജൂൺ 11 എല്ലാം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 11 മാറ്റിവെച്ചതിനെ തുടർന്നാണ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ബൂസ്റ്ററുകളിൽ ദ്രാവക ഇന്ധന ചോർച്ച എഞ്ചിനീയർമാർ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ജൂൺ 19 പിന്നീട് ജൂൺ 22 വിക്ഷേപണം മാറ്റിവെച്ചത്. അതേസമയത്താണ് റഷ്യൻ മൊഡ്യൂളിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ISSന്റെ പ്രവർത്തനങ്ങൾ നാസ വിലയിരുത്തുന്നതിനായി വീണ്ടും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 6 തവണയോളം മാറ്റിവെച്ച ആക്സിയം 4 ദൗത്യം ജൂൺ 25 സഫലമായിരിക്കുന്നു. ജൂൺ 25 അത് കൃത്യമായി നടന്നിരിക്കുന്നു. സന്തോഷത്തോടെ എല്ലാവരും ശുഭാംശുവിനെ ശുഭയാത്ര നേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്നുള്ളത്. വീണ്ടും ഇന്ത്യക്കും പോളണ്ടിനും ഹംഗറിക്കുമെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മൾ കുറച്ചു മുൻപ് കണ്ടത്. 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ 15ാമത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യം കൂടിയാണ് ആക്സിയം 4. ISSന്റെ 48ാമത് യാത്ര കൂടിയാണ് ആക്സിയം 4. കൃത്യം 12:01 തന്നെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാസ അറിയിച്ചതുപോലെ കൃത്യമായി ആ സമയത്ത് തന്നെ വിക്ഷേപണം നടത്താൻ സാധിച്ചിരിക്കുന്നു. നാളെ 4:30 കൂടി ഈ 4 സംഘവുമായി ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുമെന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. 14 ദിവസത്തോളമാണ് ഈ ഒരു സംഘം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചിലവഴിക്കുക. ആ ഒരു സമയം കൊണ്ട് ശാസ്ത്രീയ ഗവേഷണം, ആശയവിനിമയം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതോടൊപ്പം മൈക്രോഗ്രാവിറ്റിയിൽ 60ഓളം പരീക്ഷണങ്ങൾ ചെയ്യാനാണ് സംഘത്തിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘത്തിലുള്ള എല്ലാവരും തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശുഭാംശു ശുക്ല 2000 മണിക്കൂറിലധികം പറക്കൽ പരിചയമുള്ള മികവുറ്റ ടെസ്റ്റ് പൈലറ്റ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ നാസ, അമേരിക്കൻ സ്വകാര്യ കമ്പനികളായിട്ടുള്ള ആക്സിയം സ്പേസ്,
സ്പേസ് എക്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ISRO ശുഭാംശുവിനെ ബഹിരാകാശത്തേക്ക് ഈ ഒരു യാത്രയുടെ ഭാഗമായി ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ അയച്ചിരിക്കുന്നത്. 4 തവണ ISS-ലെത്തുകയും 675 ദിവസം അവിടെ ചെലവഴിക്കുകയും ചെയ്ത പെഗ്ഗി വിറ്റ്സൺ ആണ് ആക്സിയം 4ന്റെ കമാൻഡർ. അതോടൊപ്പം തന്നെ പോളണ്ടുകാരനായിട്ടുള്ള സ്റ്റാവോസ്, ഹംഗറിയിൽ നിന്നുള്ള തിബോർ കാബു എന്നിവരാണ് മറ്റ് യാത്രികൾ. എല്ലാവർക്കും അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ശുക്ലയുടെ അതേപോലെ തന്നെ ഈ പോളണ്ടുകാരനായ സ്റ്റാവോസും ഹംഗറിയിൽ നിന്നുള്ള തിബോർ കാബുവും എല്ലാം തന്നെ അതത് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികർ കൂടിയാണ് എന്നുള്ളതും സന്തോഷകരമായ കാര്യം തന്നെയാണ്. അങ്ങനെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ കൂടി ബഹിരാകാശ നിലയത്തിലേക്ക് കുതിക്കുന്നു. കൽപ്പന ചൗളയും സുനിത വില്യംസും എല്ലാം ISS-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനായ ശുഭാംശു ശുക്ല ഇപ്പോൾ ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചിരിക്കുന്നു. ഒരുപാടധികം അഭിമാനകരമായ, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരുപാടധികം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ദൗത്യം കൂടിയാണ് ആക്സിയം 4 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗഗൻയാൻ പദ്ധതി വിജയകരമാക്കാനുള്ള എല്ലാ ചുമതലകളുമുള്ള അല്ലെങ്കിൽ വിജയകരമാക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്നത്തിനടക്കം നാഴികക്കല്ലാവുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ ഇന്ത്യ നോക്കിക്കാണുന്ന ദൗത്യം തന്നെയാണ് വൃന്ദ ഈ ആക്സിയം 4 ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാടധികം സാങ്കേതിക തടസ്സങ്ങൾക്കും അതുപോലെ തന്നെ പലവിധ പ്രശ്നങ്ങൾക്കും എല്ലാം ശേഷം ഇപ്പോൾ ശുഭയാത്ര നേർന്നുകൊണ്ട് ശുഭാംശു ശുക്ലയെയും സംഘത്തെയും എല്ലാവരും ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 പതിറ്റാണ്ടോളമായുള്ള ഇന്ത്യയുടെ ആകാശയാത്രയ്ക്കായുള്ള കാത്തിരിപ്പിന് തന്നെയാണ് സന്തോഷത്തോടെ ഇവിടെ വിരാമമായിരിക്കുന്നത്. വൃന്ദ, ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് ദൗത്യ സംഘത്തിൽ ശുഭാംശു ഉൾപ്പെടെ 4 യാത്രക്കാരാണ് ഉള്ളത്. നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തും. ആക്സിയം ദൗത്യം പൂർണ്ണ വിജയകരം. ശുഭാംശു ശുക്ലയടക്കം 4 പേരാണ് ബഹിരാകാശ യാത്രയിലുള്ളത്. ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കടന്നിരിക്കുന്നു. അഭിമാനകരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്. ആകാംക്ഷയോടെ ശാസ്ത്രലോകം കാത്തിരിക്കുന്നു. ആദ്യ 2 ഘട്ടവും വിജയകരം. ബഹിരാകാശ നിലയത്തിൽ 14 ദിവസം തുടരും. കൃത്യം 12:01 ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിജിത.